എടുക്കാവേ. എണ്ണ ഉപയോഗിക്കാത്ത ഒരു ലഡു. ഇനി ഞാൻ കുറച്ച് കടലമാവ് ഇടഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പിടാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് നനച്ചെടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കട്ട പിടിക്കാതെ നല്ലപോലെ അത് ലൂസാക്കി എടുക്കാം. മഞ്ഞപ്പൊടിയും കൂടി ഇടാവേ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കട്ട കൂടാതെ നല്ലപോലെ അതൊന്ന് ലൂസാക്കി എടുക്കും. നമ്മുടെ കടലമാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ലൂസേ ആകാവൂ. ഇതുപോലെ കുഴച്ചെടുക്കണേ. ഇത്തിരി വെള്ളവും ആവരുത്, ഇത്തിരി കുറുകിയും പോകരുത്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. നമ്മൾ കിണ്ണത്തപ്പമൊക്കെ എങ്ങനെ ഉണ്ടാക്കും, വട്ടയപ്പം, അതുപോലെ എടുത്ത് ആവി കയറ്റിയെടുക്കും. അതിന് ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് നെയ്യ് തൂത്തിട്ട്, നെയ്യോ എണ്ണയോ എന്തെങ്കിലും തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ ഇതിൽ നെയ്യെല്ലാം തൂത്ത് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പ്ലേറ്റ് അങ്ങോട്ട് എടുത്ത് വയ്ക്കാം. പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഈ കലക്കി വെച്ചിരുന്ന മാവ് ഒഴിച്ച് കൊടുക്കാം. അത് ആ പ്ലേറ്റിന് പകുതി ഒഴിച്ച് കൊടുക്കുക, ഫുള്ള് നിറച്ച് കൊടുക്കരുത്. ഇത്രയും ഇതാവി വന്നതിന് ശേഷം നമുക്കിതിനെ എൻ്റെ അടപ്പിട്ട് അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഇത് വെന്തതിന് ശേഷം നമുക്കെടുക്കാം. നമ്മുടെ ലഡുവിനുള്ള മാവ് ഇഡ്ഡലി പാത്രത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ മാവ് റെഡിയായി നോക്കാവേ. അതെ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാവേ. തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. കടലമാവ് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുക്കണം. സ്മൂത്തായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് അല്പം നെയ്യ് ഒഴിച്ച് അതിനെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലല്പം നെയ്യ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൊടിച്ച് വെച്ച പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ലഡുവിനുള്ള മാവെല്ലാം പൊടിച്ചെടുത്ത് നെയ്യ് ഒഴിച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് എണ്ണയുടെ ആവശ്യം വരുന്നില്ല. 3 ഇൻഗ്രീഡിയൻസ്. ആവി കയറ്റി, കടലമാവ് ആവി കയറ്റി വേവിക്കുക. അല്പം നെയ്യ് ഒഴിച്ച് അതിനെ ചൂടാക്കിയെടുത്ത് ഇച്ചിരി ഏലക്ക പൊടിച്ചിടണം. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര പാനിയാക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിച്ച് തിന്നുന്നതിനേക്കാളും നല്ലത് വീട്ടിലുണ്ടാക്കി തിന്നാവുന്നതാണ്. നോക്കാം, കണ്ടോ, ചൂടായി വന്നിട്ട് ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇടാം. കറുത്തതോ മറ്റേ വെള്ള കളറിലോ ഉള്ള മുന്തിരിങ്ങ ഇടാം. നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാവേ. ഏലക്ക പൊടിച്ചോടിടാവേ. ഇത് തോടിടണ്ട, അരി മാത്രം അങ്ങോട്ട് ഇട്ടോളൂ. പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാവേ. ഇതിനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ 1 കപ്പ് വെള്ളം എടുക്കാവേ. വെള്ളം ഒഴിച്ച് ഇനി ഇതിനെ നമുക്ക് ഒന്ന് മെൽട്ടാക്കിയെടുക്കാം. ഇതൊന്ന് നൂല് പരുവത്തിലാകത്തക്ക രീതിയിൽ ചെയ്യണേ. നമ്മൾ വിരലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒട്ടണം, അതുപോലുള്ള എടുക്കണം. അത് നല്ലപോലെ മെൽട്ടായിട്ടൊന്ന് ചെയ്യിക്കണം. ഓക്കെ, ഒരുമാതിരി നൂല് പരുവത്തിനായിട്ടുണ്ട്. ഇച്ചിരി എടുത്തിട്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒട്ടിച്ച് നോക്കാം.
ചെറിയ ഒട്ടുന്ന പരുവാകുമ്പോൾ വേണ്ട ഇച്ചിരി കൂടെ ആവാനുണ്ട്. ഒട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാവിൻ്റെ അകത്തോട്ട് വെച്ചു. ഇത് നമ്മുടെ പഞ്ചസാരപ്പാനി നല്ല നൂല് പരുവത്തിനായിട്ടുണ്ട്. ഈ പരുവാവണം. നോക്കിയേ കണ്ട. ഇതെടുത്ത് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന മാവിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. ശരിക്കും കട്ട കെട്ടി നല്ല തണുത്ത പരുവത്തിലിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാവേ. കറുപ്പോ വെള്ളയോ ഏതെങ്കിലും ഇടാവേ. നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിത് മാത്രം ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ട പിടിച്ചെടുക്കാവേ. മാറ്റി കൈ കൊണ്ട് നല്ലപോലെ ഇളക്കാം. ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോരുത്തരെടുക്കാം. നോക്കി നമ്മുടെ ലഡു, ബേസൻ ലഡു, എണ്ണയില്ലാത്ത ലഡു ആവി കയറ്റി ഉണ്ടാക്കി നോക്ക്. എണ്ണയും ലാഭം, ഗ്യാസും ലാഭം, സമയവും ലാഭം. നോക്കിയൊന്ന് ജസ്റ്റ് ആവി കയറ്റിയെടുക്കുക. മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഇതേ ഒന്ന് ചൂടാക്കിയെടുത്ത് പഞ്ചസാര മെൽറ്റ് ചെയ്ത് ലഡു റെഡി. നമുക്കിനി ബാക്കിയും കൂടി ഇങ്ങനെ ഓരോന്നോരോന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ലഡു റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കി എത്ര ഭംഗിയുണ്ട് കാണാൻ. ഉണ്ടാകും. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്നാണ്, ഈസിയാണ്. എണ്ണയൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ, ബൈ.